പോകുന്നത് ഫ്രൂട്ട് ബൗൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വെയിറ്റ് ലോസിന് വേണ്ടി ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ വീടുകളിൽ തനിച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണ്ടി ഒരു ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ പല കുട്ടികളും വിദേശങ്ങളിലൊക്കെ പോയി പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും അവർക്ക് മെസ്സൊന്നും ഇല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി രാവിലെ സമയമില്ലെങ്കിൽ തലേദിവസം രാത്രി ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. എന്നിട്ട് രാവിലെ ഒരു 10 മിനിറ്റ് പുറത്തെടുത്ത് വെച്ചിട്ട് ഇത് കഴിച്ചിട്ട് പോകാവുന്നതാണ്. അപ്പൊ ഈ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഫ്രൂട്ട് ബൗൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രൂട്ട് ബൗളിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു റോബസ്റ്റ പഴം, കുറച്ച് സ്ട്രോബെറി, ഒരു ഓറഞ്ച്, കുറച്ച് മുന്തിരിങ്ങ, 2 കിവി, ഒരു ആപ്പിള്, കുറച്ച് ഹണി, ചിയ സീഡ്, കുറച്ച് ഉണങ്ങിയ ചെറി, കാഷ്യൂ നട്ട്സ്, സ്ലൈസ്ഡ് പിസ്ത, ചിയ സീഡ് കുതിർത്താനുള്ള വെള്ളം, കുറച്ച് തൈര്. ഫ്രൂട്ട് ബൗൾ ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഫ്രൂട്ട്സ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 2-3 ഫ്രൂട്ട് വെച്ചിട്ടും നമുക്ക് ഫ്രൂട്ട് ബൗൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ സീസണൽ ആയിട്ട് ഏത് ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചിയ സീഡ്സ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഒരു ദിവസം ഒരാൾക്ക് ഒരു 2 ടീസ്പൂൺ ചിയ സീഡ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്ന് സോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 8 ടീസ്പൂൺ ചിയ സീഡ്സ് ആണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചിയ സീഡ്സ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ആ സീഡ്സ് വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് നേരം നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇതൊരു നല്ലൊരു ജെല്ല് പോലെയായി തീരും. എന്നിട്ട് വേണം നമുക്കിത് നമ്മുടെ ഫ്രൂട്ട് ബൗളിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ചിയ സീഡ്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ചിയ സീഡ്സ് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ, കാൽസ്യം, ഒമേഗ 3 പിന്നെ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചിയ സീഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിയ സീഡ് നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചിയ സീഡ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുരുവുള്ള ഫ്രൂട്ട്സിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. നമ്മളിപ്പോൾ ഇതൊരു 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും തൈരും തേനും ഒക്കെ ചേർക്കുന്നത്. ഈ തൈരിന് പകരം നമുക്ക് ഗ്രീക്ക് യോഗർട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഹോം മെയ്ഡ് അല്ലാത്ത തൈര് ഉപയോഗിക്കുന്നവർ പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് പ്ലെയിൻ യോഗർട്ട് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ അതിൻ്റെ ലേബലൊക്കെ വായിച്ച് നോക്കിയിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്യാത്തത് നോക്കി വാങ്ങണം. അതുപോലെ തന്നെ ലൈവ് ആക്റ്റീവ് കൾച്ചേഴ്സ് ഉള്ളതും നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ടാവും. പ്രോബയോട്ടിക്സ് അടങ്ങിയ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്തിന്, അതായത് ഡൈജസ്റ്റീവ് ഹെൽത്തിനും ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ ഇവിടെ ചിയ സീഡൊക്കെ നന്നായിട്ട് സോക്കായിട്ട് ഇരിപ്പുണ്ട്. നല്ലൊരു ജെല്ല് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിയ സീഡും തൈരും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് പല വേരിയേഷൻസും വരുത്താവുന്നതാണ്. അതായത് തൈരിലേക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ആഡ് ചെയ്തതിന് ശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളറിലും ഡിഫറെൻറ്റ് ഫ്ലേവറിലും ഉള്ള തൈര് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് തൈരും പഴവും തേനും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ തൈരും സ്ട്രോബെറിയും തേനും കൂടി ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് പല വെറൈറ്റി തൈര് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ചിയ സീഡ് ചേർക്കാനായിട്ട്. അല്ലാതെ ചിയ സീഡ് ചേർത്തതിന് ശേഷം നമ്മൾ അങ്ങനെ മിക്സിയിലിട്ട് അടിക്കരുത്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു റോബസ്റ്റ പഴം ചേർക്കുന്നുണ്ട്. ഓറഞ്ച് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കിവി ചേർക്കാം. ഒരു വലിയൊരു ആപ്പിൾ അരിഞ്ഞത്,
ഒരു 10 മുന്തിരിങ്ങ അരിഞ്ഞത്, നല്ല ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു 8 സ്ട്രോബെറിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈരും ചിയാ സീഡും ഹണിയും കൂടിയുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സും തൈരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഉപയോഗിച്ച കാഷ്യൂ നട്ട്സിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ബദാം, വാൽനട്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് രാവിലെ ഈ ഫ്രൂട്ട് ബൗൾ ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഈവനിങ് സ്നാക്ക് കഴിക്കുന്ന സമയത്തും ഇതുണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ റെഡ് ചെറീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. ഇതിന് പകരം നമുക്ക് ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. കറുത്ത മുന്തിരിങ്ങയോ മഞ്ഞ മുന്തിരിങ്ങയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്ന പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കസ്റ്റേർഡൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഇതും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.